ഹായ് ഫ്രണ്ട്സ്, അഡ്വാൻസ്ഡ് ന്യൂസ് പേപ്പർ വെക്യാബുലറി പ്രാക്ടീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ പത്രങ്ങളിലും പുസ്തകങ്ങളിലും വായിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാക്കുകളാണ്. ഈ സീരീസ് നിങ്ങളുടെ ഇംഗ്ലീഷ് പദസമ്പത്ത് വർദ്ധിപ്പിക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും. ഇന്ന് ഈ 10 വാക്കുകളാണ് പഠിക്കാൻ പോകുന്നത്. കോൺവലസ്, ഓവർലുക്ക്, സ്നബ്, patronage, wrath, envisage, breach, en masse, connoisseur, expediency. ഇത്രയും വാക്കുകളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും ഇതൊക്കെ പുതിയ വാക്കുകളായിരിക്കും. ഉദാഹരണ സഹിതമാണ് നമ്മൾ ഈ വാക്കുകൾ പഠിക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് പത്രങ്ങളിലും പുസ്തകങ്ങളിലും കാണുന്ന വാക്കുകളാണിതൊക്കെ. ഒന്നാമത്തെ വാക്ക് കോൺവലസ്. കോൺവലസ് എന്നാൽ അർത്ഥം സുഖം പ്രാപിക്കുക, ആരോഗ്യം പ്രാപിക്കുക, രോഗാനന്തരം ആരോഗ്യം വീണ്ടെടുക്കുക, രോഗത്തിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി വിശ്രമിക്കുക. ഷീ ഈസ് കോൺവലൻസിങ് ഫ്രം ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസ എന്നാൽ കഠിന ജലദോഷം, പകർച്ചപ്പനി, ഇതൊക്കെയാണ് അർത്ഥം. ജലദോഷത്തിൽ നിന്നും അവൾ മുക്തി നേടിക്കൊണ്ടിരിക്കുന്നു, ആ സുഖത്തിൽ നിന്നും സുഖം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ വാക്ക് ഓവർലുക്ക്. ഇതിനർത്ഥം അവഗണിക്കുക, പരിശോധിക്കുക, മാപ്പ് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. ഇവിടെ അവഗണിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാണ്ട് ഓവർലുക്ക് റൈറ്റ്സ് ഓഫ് അക്യൂസ്ഡ് ഓർ കൺവിക്റ്റ്, ഡൽഹി ഹൈക്കോർട്ട്. കാണ്ട് ഓവർലുക്ക് അവഗണിക്കാൻ സാധിക്കുകയില്ല. റൈറ്റ്സ് ഓഫ് അക്യൂസ്ഡ് ഓർ കൺവിക്റ്റ്. കൺവിക്റ്റ് എന്നാൽ പ്രതി, കുറ്റവാളി, ഇതാണ് അർത്ഥം. കുറ്റവാളികളുടെയോ അതല്ലെങ്കിൽ കുറ്റം ചുമത്തപ്പെട്ട വ്യക്തികളുടെയോ അവകാശങ്ങൾ, അതാണ് റൈറ്റ്സ് ഓഫ് അക്യൂസ്ഡ് ഓർ കൺവിക്റ്റ്. എന്താണ് ഈ പറഞ്ഞ കുറ്റം ചുമത്തപ്പെട്ട ആളുകളുടെയും അതുപോലെ പ്രതികളായിട്ടുള്ളവരുടെയും അവകാശങ്ങൾ എന്താണ്? കാണ്ട് ഓവർലുക്ക്, അത് അവഗണിക്കാൻ സാധിക്കുകയില്ല. കാണ്ട് ഓവർലുക്ക് എന്നാൽ അവഗണിക്കാൻ സാധിക്കുകയില്ല. ഈ പറഞ്ഞ ആളുകളുടെ ആരാണ് പറയുന്നത്? ഡൽഹി ഹൈക്കോർട്ട്. ഡൽഹി ഹൈക്കോടതി പറയുകയാണ്. അതെന്താണ് ഇവിടെ? ഓവർലുക്ക്, അവഗണിക്കുക. മൂന്നാമത്തെ വാക്ക് സ്നബ്. സ്നബ് എന്ന വാക്കിനർത്ഥം മുഖത്തടി എന്നുള്ള അർത്ഥമുണ്ട്, അവഹേളനം എന്നുള്ള അർത്ഥമുണ്ട്. മറ്റൊരർത്ഥം മുഖത്തടിച്ച പോലെ സംസാരിക്കുക, നീരസം പ്രകടിപ്പിക്കാൻ ഒരാളെ അവഗണിച്ച് ആക്ഷേപിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഷീ സ്നബ്ഡ് ദയർ ജോബ് ഓഫർ. ഷീ സ്നബ്ഡ്, അവൾ അവഗണിച്ചു, ദയർ ജോബ് ഓഫർ, അവരുടെ ജോലി ഓഫർ എന്താണ്? ജോലി വാഗ്ദാനം അവൾ നിരസിച്ചു, അവഗണിച്ചു. നാലാമത്തെ വാക്ക് പേട്രണേജ്. പേട്രണേജ് എന്നാൽ സംഭാവന, ഉപകാരം, അനുഗ്രഹം, ഇതൊക്കെയാണ് അർത്ഥം. മറ്റൊരർത്ഥം ടിപ്പ്, അറ്റം സേവകനോ പരിചാരകനോ നൽകപ്പെടുന്ന ലഘു പാരിതോഷികം. ഓൾ ചെക്കൗട്ട്. ചെക്കൗട്ട് എന്നാൽ ബില്ല് കൊടുത്ത് ഹോട്ടൽ ഒഴിയുക. ഓൾ ചെക്കൗട്ട് എല്ലാ ഹോട്ടൽ ബില്ല് കൊടുത്ത് ഹോട്ടൽ ഒഴിയുമ്പോഴും. ദ ഹോട്ടൽ ക്ലർക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ താമസിക്കുന്ന ആളുകൾ ബില്ല് കൊടുത്ത് ഹോട്ടൽ ഒഴിയുമ്പോൾ ആ സമയത്ത്. ദ ഹോട്ടൽ ക്ലർക്ക്. ഹോട്ടൽ ക്ലർക്ക് എന്നാൽ ഹോട്ടലിൽ താമസിക്കാൻ വരുന്ന ആളുകൾക്ക് റൂം അസൈൻ ചെയ്ത് കൊടുക്കുന്ന ആളുകൾ, ഗസ്റ്റുകളെ സ്വീകരിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന ആളുകൾ. നെവർ ഫെയിൽസ്, ഒരിക്കലും വീഴ്ച വരുത്താറില്ല. ടു താങ്ക് ഗസ്റ്റ്സ്, അവിടെ വരുന്ന ഗസ്റ്റുകളോട് നന്ദി പറയുന്നതിൽ അവർ വീഴ്ച വരുത്താറില്ല. എന്തിന്? ഫോർ ദെയർ പാട്രണേജ്, അവർക്ക് നൽകുന്ന ടിപ്പ്, അതാണ് പാട്രണേജ്. ആ ടിപ്പ് നൽകുന്നതിന് ഹോട്ടലിലെ ക്ലർക്കുകൾ ഒരിക്കലും നന്ദി പറയാൻ വിട്ടുപോകാറില്ല, അല്ലെങ്കിൽ അതിൽ അവർ വീഴ്ച വരുത്താറില്ല. അഞ്ചാമത്തെ വാക്ക് റാത്ത്. റാത്ത് എന്നാൽ അർത്ഥം അമർഷം, ഉഗ്രകോപം, രോഷം, ഇതൊക്കെയാണ് അർത്ഥം. വൈ ദ LDF ഗവൺമെൻറ് ഈസ് ഫേസിങ് ദ പബ്ലിക്സ് വ്രാത്ത് ഇൻ കേരള. വൈ, എന്തുകൊണ്ടാണ് ദ LDF ഗവൺമെൻറ് ഈസ് ഫേസിങ്, LDF ഗവൺമെൻറ് അഭിമുഖീകരിക്കുന്നത്, അതല്ലെങ്കിൽ അവർക്ക് അഭിമുഖീകരിക്കപ്പെടേണ്ടി വരുന്നത് ദ പബ്ലിക്സ് വ്രാത്ത് ഇൻ കേരള. പബ്ലിക്സ് വ്രാത്ത് എന്നാൽ പൊതുജനങ്ങളുടെ രോഷം, അമർഷം. എന്തുകൊണ്ടാണ്
കേരളത്തിലെ LDF ഗവൺമെൻറ്റിന് നേരിടേണ്ടി വരുന്നത്? ആറാമത്തെ വാക്ക് എൻവിസേജ്. എൻവിസേജ് എന്നാൽ ആലോചിക്കുക, മനസ്സിലാക്കുക, മനസ്സിൽ കാണുക, അവലോകനം ചെയ്യുക, വിഭാവനം ചെയ്യുക, ഇതൊക്കെയാണ് അർത്ഥം. ഐ ഡോണ്ട് എൻവിസേജ് വർക്കിംഗ് വിത്ത് ഹെർ അഗെയിൻ. അവളുടെ കൂടെ വീണ്ടും ജോലി ചെയ്യുന്നത് ഞാൻ സങ്കല്പിക്കാറില്ല. അല്ലെങ്കിൽ എന്താണ്? മനസ്സിൽ കാണുന്നില്ല, മുൻകൂട്ടി കാണുന്നില്ല. ഏഴാമത്തെ വാക്ക് ബ്രീച്ച്. ഇതിനർത്ഥം നിയമലംഘനം, പിളർപ്പ്, ഇടിക്കുക, പിളർക്കുക, പൊളിക്കുക, ഇതൊക്കെയാണ്. ദിസ് ഈസ് അനദർ ബ്രീച്ച് ഓഫ് ദെയർ അഗ്രിമെൻറ്റ്. അഗ്രിമെൻ്റ് എന്നാൽ കരാറ്. ഇത് അവരുടെ കരാറിന് എതിരെയുള്ള ഒരു ലംഘനമാണ്. എട്ടാമത്തെ വാക്ക് എൻമാസ്. എൻമാസ് എന്നാൽ എല്ലാവരും ചേർന്ന്, ഒരൊറ്റ കൂട്ടമായി, മൊത്തമായി. ദ ഷോപ്പ് 75 വർക്കേഴ്സ് ഹാവ് റിസൈൻഡ് എൻമാസ്. കടയിലുള്ള 75 ജോലിക്കാരും കൂട്ടമായി ചേർന്ന് രാജിവച്ചു. ഒമ്പതാമത്തെ വാക്ക് കോനസർ. ഇതിനർത്ഥം വിദഗ്ധൻ, വിലയിരുത്താൻ യോഗ്യതയുള്ളയാൾ, കലാഭിജ്ഞൻ, ഇതൊക്കെയാണ്. ഷീ ഈസ് എ കോനസർ ഇൻ പെയിൻറ്റിങ്. ചിത്രകലയിൽ അവൾ വിദഗ്ധയാണ്. പത്താമത്തെ വാക്ക് എക്സ്പീഡിയൻസി. ഇതിനർത്ഥം ഔചിത്യം, യഥോചിതത്വം. ഷീ ആക്റ്റഡ് ഔട്ട് ഓഫ് എക്സ്പീഡിയൻസി നോട്ട് പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ എന്നാൽ അടിസ്ഥാന തത്വം, പ്രധാന പ്രമാണം, സിദ്ധാന്തം, നിയമം, ഇതൊക്കെയാണ് അർത്ഥം. തത്വം. ഷീ ആക്റ്റഡ് ഔട്ട് ഓഫ് എക്സ്പീഡിയൻസി. അവൾ പ്രവർത്തിച്ചത് ഔചിത്യമനുസരിച്ചാണ്. നോട്ട് പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ എന്നാൽ പദ്ധതി. അപ്പം എന്താണ്? അവൾ പ്രവർത്തിച്ചത് ഔചിത്യമനുസരിച്ചാണ്, പ്രമാണമനുസരിച്ചല്ല, തത്വം അനുസരിച്ചല്ല അവൾ പ്രവർത്തിച്ചത്, ഔചിത്യമനുസരിച്ചാണ്. അപ്പോൾ ഇന്ന് പഠിച്ച 10 വാക്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. കോൺവലസ് സുഖം പ്രാപിക്കുക, ആരോഗ്യം വീണ്ടെടുക്കുക, ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി വിശ്രമിക്കുക. ഓവർലുക്ക് അവഗണിക്കുക. സ്നബ് അവഗണിക്കുക, മുഖത്തടിച്ച പോലെ സംസാരിക്കുക. പാട്രണേജ് ഉപകാരം, സംഭാവന, ടിപ്പ്. വ്രാത്ത് രോഷം, അമർഷം. എൻവിസേജ് ആലോചിക്കുക, മനസ്സിലാക്കുക, മുൻകൂട്ടി കാണുക. ബ്രീച്ച് കരാറ് തെറ്റിക്കൽ, ലംഘനം. എൻമാസ് എല്ലാവരും ചേർന്ന്. കോനസർ വിദഗ്ധൻ. എക്സ്പീഡിയൻസി ഔചിത്യം, പ്രമാണം, തത്വം.